ഹലോ, വെൽക്കം ബാക്ക് ടു മഷൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുണ്ടത് റെയിൻബോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. പക്ഷേ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് നമ്മളെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1+3 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടത്. അതൊന്ന് നമുക്ക് സീവ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മളെ കയ്യിലൊന്ന് പിഞ്ചെടുത്ത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ 1/4 സ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പിഞ്ച് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് സീവ് ചെയ്ത് ഒരു 4-3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ടൊരു ഡ്രൈ ആയ ബൗൾ എടുക്കുക. അതിലേക്ക് 7 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1+3/4 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് 1+3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം അതും കുറച്ച് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ട ബീറ്റായി നല്ലതുപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂണ് വാം മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യുക. ഓയിൽ ചേർത്തതിന് ശേഷം ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കുക. ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഈക്വലായി ഓരോ ബൗളിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കളറും ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇവിടെ റെയിൻബോൻ്റെ കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ബേക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഓരോന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് 8 മിനിറ്റാണ് ടൈം വരുന്നത്. അപ്പം ഞാനിതൊരു പാനിലേക്ക് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഓരോന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലും 8 മിനിറ്റാണ് ഒന്ന് ബേക്ക് ചെയ്യാനുള്ള ടൈം. അങ്ങനെ ഞാനിവിടെ എല്ലാ കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ടൈം എങ്ങനെയാണെന്നറിയില്ല. ഞാനിപ്പോൾ ഇവിടെ 8 മിനിറ്റിലാണ് ഈ ഓരോരോ കേക്ക് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ടത്. അപ്പോൾ നമ്മുടെ പാനിലെ വ്യത്യാസവും അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ വ്യത്യാസമായിട്ട് കേക്ക് ബേക്കാവുന്ന ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ബേക്ക് ചെയ്യുക. ഇനി നമുക്കിതിനെ ഒന്ന് ഐസിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഓരോ കളർ വെച്ചിട്ട് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തു. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഞാൻ ഓരോ ലെയറും സെറ്റാക്കി ഇങ്ങനെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റ് ലെയർ റെഡാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടത്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കളർഫുള്ളായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയറും വെച്ച് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്യാം. അപ്പം ഞാനിവിടെ സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റി വെച്ച് ചെയ്യുക.
അപ്പോൾ ഞാൻ ഇവിടെ 3 കളർ എടുത്തിട്ടുണ്ട്, റെഡ്, യെല്ലോ, ബ്ലൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും. അങ്ങനെ ഞാൻ ഓരോ ലെയർ വെച്ചാണ് കളർ ചെയ്തിട്ടുണ്ടത്. റെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബ്ലൂ വെച്ചു, പിന്നെ യെല്ലോ വെച്ചു. അങ്ങനെയാണ് ഞാനിത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടത്. കാണാനൊന്നും അത്ര ഭംഗിയില്ല, നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഞാൻ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു. അധികമൊന്നും മിനുക്കാനൊന്നും ഞാൻ പോയില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കളറൊക്കെ മിക്സ് ചെയ്തു. ഞാൻ താഴെ കൊടുത്ത കളർ തന്നെ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു കളറായിട്ടാണ് വന്നിട്ടുണ്ടത്. അപ്പോൾ അത് വെച്ച് ഞാൻ മുകളിൽ ഡെക്കറേഷൻ ചെയ്തു. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് റെയിൻബോൻ്റെ മോഡലായിട്ട് ഓരോ കളറും പൈപ്പിംഗ് ബാഗിലാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മഷൂസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്